ഹായ് ഗൈസ്, വെൽക്കം ടു ലിക്വിഡ് ലൈൻ അക്വറിയം. അപ്പോൾ നമ്മളൊരു കുഞ്ഞു ബൗൾ പ്ലാന്റ് ടാങ്ക് ആക്കി എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഒരു 6 ഇഞ്ചിൻ്റെ ബൗളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു 4 വാട്ട്സിൻ്റെ ഒരു കുഞ്ഞു ഒരു മിനി ലൈറ്റ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാന്റ്സ് കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിക്ക് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇതിലൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബൗളിൽ ഫിൽട്രേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, കാരണം പ്ലാന്റ്സിന് ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 4 വാട്ട്സിൻ്റെ ലൈറ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് മതിയാവും. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ലൈറ്റ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബൗളിലേക്ക് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഏകദേശം ഒരു മീഡിയം ടൈറ്റ് വെച്ച് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഓവർ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബൗൾ പൊട്ടിപ്പോകാനുള്ളൊക്കെ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് നമുക്ക് വേണ്ട രീതിക്ക് നമ്മൾ ഈ ഒരു ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയ രീതിക്ക് ഉണ്ടോ. ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം ലുക്കിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു ബൗൾ കേട്ടോ. കണ്ടോ. അതിനുശേഷം നമ്മുടെ മെയിൻ ബൗളിലെ ലൈറ്റ് ഓൺ ചെയ്യുക എന്നുള്ളത് കണ്ടോ. ഈ ഒരു ലൈറ്റിലാണ് നമ്മൾ ഈ ഒരു ബൗൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലോ ലൈറ്റിങ്ങിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് അക്വാറിച്ചിൻ്റെ ഒരു പുതിയ ബ്രാൻഡ് സോയിലും അതിൻ്റെ തന്നെയായ ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു 3 ഫെർട്ടിലൈസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മുടെ ബൗളിലേക്ക് സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ലാവ ചിപ്സാണ്. ലാവ റോക്കിൻ്റെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. കാരണം ഇതിൽ നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലാവ ചിപ്സുകൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പിടിച്ച് വളരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ അക്വേറിയത്തിലേക്ക് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ബെനിഫിഷ്യൽ ബാക്ടീരിയ കോളനി ക്രിയേറ്റ് ആവാനും വേണ്ടിയാണ്. ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ നമ്മൾ ലാവ ചിപ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മോസ്റ്റ്ലി ബൗള് കീപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളത് പൊട്ടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുപാട് പേര് ബൗള് കാര്യങ്ങളൊക്കെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടാവും. അവിടെ നമുക്ക് പെട്ടെന്ന് അത് ഡാമേജ് ആയി പോകുന്ന ഇഷ്യൂസാണ് കൂടുതലായിട്ട് വരിക കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ബൗള് വാങ്ങണമെങ്കിൽ കുറച്ചുകൂടെ ഗ്ലാസിൻ്റെ തിക്നെസ് കൂടുതലായതുകൊണ്ട് നമുക്ക് പൊട്ടുന്ന റിസ്ക് കുറവായിരിക്കും. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന അക്വ സോയിലാണ് കേട്ടോ. അക്വ റിച്ച് ബ്രാൻഡ്, പുതിയൊരു ബ്രാൻഡിൻ്റെ സോയിലാണ്. ഏകദേശം ഒരു 700 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ സോയിൽ ഉപയോഗിക്കുന്നുണ്ട്. ബൗളിൻ്റെ സൈസ് അനുസരിച്ച് സോയിൽ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടും കുറയ്ക്കാൻ വേണം. നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു 1 ഇഞ്ചാണ് നമ്മുടെ ലാവ ചിപ്സ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 2 ഇഞ്ചിലേക്ക് നമ്മൾ നമ്മുടെ അക്വ സോയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ആ കാര്യം നമ്മുടെ റൂട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പിടിച്ച് വളരാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മുടെ വേണ്ട രീതിക്ക് നമ്മളതൊന്ന് സ്കേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് സോയിൽ ഏത് ഭാഗത്താണ് ഹൈറ്റ് വേണ്ടത്, അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ കേട്ടോ. അപ്പോൾ നമ്മൾ സോയിൽ ഇട്ട ശേഷം ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അതിനുശേഷം നമ്മളൊരു കുഞ്ഞ് ഡ്രിഫ്റ്റ് വുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ബൗളിലേക്ക് വെക്കാൻ ഡ്രിഫ്റ്റ് വുഡാണ് നമ്മുടെ അക്വേറിയത്തിന് കുറച്ചുകൂടെ ഭംഗിയാക്കി എടുത്ത് കാണിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ലാവ റോക്കുകളാണ് കേട്ടോ. ചെറിയ ചെറിയ റോക്കുകളാണ്. ഏകദേശം ഒരു 150 ഗ്രാമേ ഉള്ളൂ ഈ ഒരു 3 റോക്ക് ചേർന്നിട്ട്. അതിനുശേഷം നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് വെച്ച് സെറ്റ് ചെയ്യുകയാണ്. ആക്ച്വലി ഈ ഒരു ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ ട്രീറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റ്ലി അങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു. അതിനുശേഷം നമ്മൾ ഡെക്കറേഷനായിട്ട് നമ്മുടെ ലാവ റോക്കുകളാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു റോക്കുകളാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് റോക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഡ്രാഗൺ റോക്ക് എടുക്കാം, അതല്ലെങ്കിൽ സെറു റോക്ക് എടുക്കാം, പെബിൾസ് എടുക്കാം. ഒരുപാട് ടൈപ്പ് റോക്സ് ഉണ്ട്. മോസ്റ്റ്ലി ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള സൈസ് റോക്ക് അനുസരിച്ച് നമ്മളിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ലാവ റോക്സാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഷേപ്പുള്ള ലാവ റോക്സ് അവൈലബിൾ ആണ്. ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പിൽ വെച്ച ശേഷം നമ്മൾ ഈ ഡ്രിഫ്റ്റ് വുഡും ഈ ഒരു ലാവ റോക്കും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യണം. കാരണം നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് ട്രീറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് സപ്പോസ് ഈ ഒരു ഡ്രിഫ്റ്റ് വുഡ് പൊങ്ങി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഗ്ലൂ ചെയ്യുന്നത്. അതല്ലാതെ തന്നെ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ തട്ടി ഡ്രിഫ്റ്റ് വുഡിൻ്റെ നമ്മൾ വെച്ചിരിക്കുന്ന സ്കേപ്പിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഗ്ലൂ ചെയ്യുന്നത് കേട്ടോ.
ഏകദേശം ഒരു ടിഷ്യൂ കൾച്ചർ പേപ്പർ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലെക്സ് ക്യുക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഗ്ലൂ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ നമ്മുടെ ലാവ റോക്ക് ഒരു പീസ് വയ്ക്കുന്നുണ്ട്. അത് ഓരോ ആളുടെ കോൺസെപ്റ്റാണ്. നമുക്കിപ്പോൾ എത്ര റോക്കുകൾ വേണം എന്നുള്ളതൊക്കെ, നമുക്ക് വലിയ ബൗളാണെങ്കിൽ 10 ഇഞ്ച്, അതിന് മുകളിലുള്ള ബൗളാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും റോക്കും സോയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് വെക്കേണ്ട വരും. അതുപോലെ നമ്മൾ ടിഷ്യൂവും ഗ്യാപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്ലൂ ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും നമുക്ക് ഈ ഒരു റോക്കും ഈ വുഡും അറ്റാച്ച് ചെയ്ത ഭാഗം. ആക്ച്വലി ഞാൻ ഇപ്പോഴും പറയുന്നത് ബൗൾ സ്കേപ്പ് ചെയ്യുമ്പോൾ പൊട്ടിക്കാത്ത രീതിക്ക് നമ്മൾ സ്കേപ്പ് ചെയ്യുക. ആക്ച്വലി മോസ്റ്റ്ലി നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോയിൽ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഒരു 2 ഇഞ്ച് തിക്നെസ്സിൽ ഉപയോഗിക്കുക. കാരണം നമുക്ക് അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ പിടിച്ച് വളരാണ്. നമുക്ക് പ്ലേസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റിൽ കൊണ്ടാണ് നമ്മൾ അത്രയും തിക്നെസ്സിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഉണ്ടോ, സ്കേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വുഡിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്സ് കിട്ടുകയാണെങ്കിൽ അത്രയും ഭംഗി കൂടുതലായിരിക്കും. നമുക്കൊരു ചെറിയ പീസ് നമ്മൾ വേറെ ഒരു വുഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചെയ്തത്. നമ്മുടെ ടേബിളിലും വർക്കിംഗ് ടേബിളിൽ കാര്യങ്ങളിലും അതല്ല ഡൈനിങ് ടേബിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ്, ലോ മെയിൻ്റനൻസും ലോ ലൈറ്റിങ്ങിലും വളരുന്നൊരു പ്ലാന്റാണ് പേൾ വീഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലുഡ്വിഗയുടെ സൂപ്പർ റെഡ് മിനി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇവരാരും നമുക്ക് ലോ മെയിൻ്റനൻസിൽ തന്നെ വളർന്നു വരുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ പേൾ വീഡ് എടുത്തിട്ടുണ്ട്. പേൾ വീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ലോ മെയിൻ്റനൻസിൽ വളരുന്ന ഒരു ഈസി ഗ്രോവിങ് പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പേൾ വീഡ് എടുത്തിരിക്കുന്നത്. പേൾ വീഡ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്പേസ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പേൾ വീഡ് അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടാല ഗ്രീൻ എടുക്കാം. പേൾവീഡ് ലോ ലൈറ്റിങ്ങിൽ തന്നെ നല്ല രീതിക്ക് പിടിച്ചു വളരുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പേൾവീഡിൻ്റെ തന്നെ. വേണ്ട നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ട്യൂസർ വെച്ച് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തു. നമ്മളെപ്പോഴും പ്ലേസ് ചെയ്യുമ്പോൾ സോയിൽ എപ്പോഴും നനവിലുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ ട്യൂസർ കൊണ്ട്. അതിനുശേഷം മിഡ് ഗ്രൗണ്ട് ആയിട്ട് കൂടെ നമ്മൾ വേറൊരു പ്ലാന്റ് കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതും നല്ല രീതിക്ക് ലോ ലൈറ്റിങ്ങിൽ തന്നെ നല്ല രീതിക്ക് വളരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. മിഡ് ഗ്രൗണ്ടിൽ 2 ഭാഗത്തും നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നല്ല രീതിക്ക് ഹൈറ്റ് വളരാത്തൊരു പ്ലാന്റ് ആണ്. അത് മിനി വെറൈറ്റി ആണ്. അപ്പോൾ പ്ലാന്റ്സ് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിനെയും നമ്മുടെ ടാങ്കിൻ്റെ സൈസും നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറിങ് ഇതിനൊക്കെ കമ്പാരിസൺ ചെയ്ത് മാത്രമേ നിങ്ങൾ പ്ലാന്റ്സ് വയ്ക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഈ ഒരു ലൈറ്റിങ്ങിൽ തന്നെ നല്ല രീതിക്കുള്ള ലൈറ്റ് വേണ്ട പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെയിലിയർ ആവാനാണ് ചാൻസ് കൂടുതലും. പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ ലുഡ്വിഗയുടെ സൂപ്പർ റെഡ് ആണ് കേട്ടോ. ലോ മെയിൻ്റനൻസിലും നല്ല രീതിക്ക് വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ ലുഡ്വിഗയുടെ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞത്. ലുഡ്വിഗ് നമ്മളൊരു മിഡ് ഗ്രൗണ്ട് ആയിട്ടാണ് വെക്കുന്നത്. കാരണം ലുഡ്വിഗ് നല്ല രീതിക്ക് ഹൈറ്റ് വളരുന്നൊരു പ്ലാന്റാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ഫ്രണ്ട് ഗ്രൗണ്ടിലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വേറൊരു പ്ലാന്റാണ് കേട്ടോ. ആക്ച്വലി ഇതും ലോ മെയിൻ്റനൻസിൽ നല്ല രീതിക്ക് കോൺസെപ്റ്റിൽ പിടിച്ചു വരുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ CO2 ലോ ലെവലിൽ കൺസ്യൂം ചെയ്യുന്ന പ്ലാന്റ്സാണ് മോസ്റ്റ്ലി നമ്മൾ ഈ ഒരു ബൗളിലേക്ക് എടുത്തിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് തന്നെ.
ക്രിപ്പിൻസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ ഈ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോമ്പോൻ്റെ ഒരു സെറ്റ് കൂടെ ഉണ്ട്. നമ്മളൊരു കുഞ്ഞു ബൗൾ സെറ്റ് ചെയ്യാനുള്ള ഒരു കോമ്പോൻ്റെ സെറ്റ്. നമ്മൾ ഏകദേശം ഭാഗവും നമ്മൾ പ്ലാന്റ്സ് വെച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മളിതിൽ കാർപ്പറ്റായി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിപ്റ്റോകോറി വെറൈറ്റിയാണ്. ലൂസിൻസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ ക്രിപ്റ്റോകോറിൻ്റെ തന്നെ. അതും TC കപ്പ് പ്ലാന്റാണ് എടുത്തത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഗ്രാസ് മിനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സജിറ്റേറിയ ഉപയോഗിക്കാം. ഈ ഒരുപാട് ടൈപ്പ് പ്ലാന്റ്സ് ഉപയോഗിക്കാം. ഈ ഒരു സോയിലിൻ്റെ തിക്നെസ് ഫ്രണ്ട് ഗ്രൗണ്ടിൽ കുറവായതുകൊണ്ടാണ് നമുക്ക് പ്ലാന്റ് കറക്റ്റ് രീതിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാതെ. കണ്ടോ, അതുകൊണ്ടാണ് മാക്സിമം ഒരു 2 ഇഞ്ച് തിക്നെസ്സിൽ സോയിൽ ഇടണം എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു ക്രിപ്റ്റോകോറിന് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾ ഹെയർ ഗ്രാസ് മിനി ഉപയോഗിക്കുന്നത്. കാരണം അതും ലോ ലെവലിൽ നല്ല രീതിക്ക് പിടിച്ചു വളരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഏകദേശം നമ്മൾ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ രീതിക്ക് നല്ല രീതിക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പ്ലാന്റ്സ് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻ എക്സിസ്റ്റ് ആയിട്ട് ഒരിക്കലും ആൽഗയ്ക്ക് കിട്ടരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത്രയും രീതിക്ക് പ്ലാന്റ്സ് ഫില്ലായി വെക്കുന്നത്. കാരണം ഈ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷനിൽ കുറച്ച് എക്സിസ്റ്റായി വരുമ്പോഴാണ് ഈ ആൽഗൈ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിനുശേഷം ഈ ഒരു ഡ്രിഫ്റ്റ്വുഡിൻ്റെ സ്പേസിൽ നമുക്ക് ഒരു പ്ലാന്റ് കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലോ മെയിൻ്റനൻസ് പ്ലാന്റാണ്. അനൂബിയസ് നാന പെറ്റിറ്റേറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഡ്രിഫ്റ്റ്വുഡും സ്റ്റോണിലും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വളരും. ഇവർക്ക് സോയിൽ കാര്യങ്ങളൊന്നും റിക്വയർഡ് അല്ല. ലോ ലൈറ്റിങ്ങിലും വളരും. ലോ ലെവലിൽ CO2 കൺസ്യൂം ചെയ്യുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെറ്റിറ്റേറ്റ് എടുത്തത്. കാരണം അനൂബിയസിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടെങ്കിലും അതിലെല്ലാം ലീഫിൻ്റെ ഷേപ്പും ലീഫിൻ്റെ സൈസും ഒക്കെ ഡിഫറൻസ് വരും. അതിലേറ്റവും ചെറിയൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ തവണ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഗ്ലൂ ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ സമയത്ത് ഈ ഭാഗത്ത് നമ്മൾ ടൈ ചെയ്യാനായിട്ട് പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഗ്ലൂ ഉപയോഗിക്കുന്ന പ്ലാന്റ്സിനും ഫിഷസിനും കാര്യങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് വെച്ച് ഒരു സ്മോൾ രീതിക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പ്ലാന്റ് നല്ല രീതിക്ക് അവിടെ പിടിച്ചോളും കേട്ടോ. ആ ഒരു ഫ്രീ സ്പേസ്, ആ ഒരു നമ്മുടെ ടിഷ്യൂ പേപ്പർ കാണുന്ന അവിടെ വെച്ചപ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയായി അതുകൂടെ നമുക്ക് കവറായി കിട്ടി കേട്ടോ. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ലാസ്റ്റായിട്ട് ചൂസ് ചെയ്ത്. നമ്മൾ നമ്മുടെ ബൗൾ ലൈറ്റിൽ നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക കേട്ടോ കാണാൻ. അതിനുശേഷം നമ്മുടെ വീട്ടിനകത്ത് കൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ നമ്മുടെ ടീ പോയിൻ്റെ അടിയിലാണ് നമ്മൾ ഈ ഒരു ബൗൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് പ്ലാന്റ്സ് കാര്യങ്ങളൊന്നും പൊങ്ങി വരാത്ത രീതിക്ക് ഫില്ല് ചെയ്യണം. ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് യൂസ് ചെയ്യുന്നത് ഒരു ക്യാൻ വാട്ടറാണ് കേട്ടോ. ക്യാൻ വാട്ടർ ആകുമ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റായി നിൽക്കുന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ക്യാൻ വാട്ടർ ഉപയോഗിക്കുന്നത്. ഏകദേശം വാട്ടറൊക്കെ ഫില്ല് ചെയ്തിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗൾ നമ്മൾ എങ്ങനെയാണ് മെയിൻ്റനൻസ് ചെയ്യേണ്ടത്, വീക്കിലി ആണോ ട്യൂസ്ഡേ ആണോ എന്നുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.